നമസ്കാരം. ജഡ്ജിമാരെ വിമർശിച്ച പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവിന് സുപ്രീം കോടതിയുടെ വിമർശനം. ജഡ്ജിമാർ കുറച്ച് ജോലി മാത്രം ചെയ്ത് ദീർഘനാൾ അവധിയെടുക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജീവ് സന്യാലിനെതിരെയാണ് വിമർശനം. ആദ്യം സ്വയം ശരിയായിട്ട് വിമർശിക്കണമെന്ന് സുപ്രീം കോടതി പ്രതികരിച്ചു. കോടതിയെ വിമർശിക്കുന്നവർ കൃത്യസമയത്ത് ഒരു ഹർജിയെങ്കിലും ഫയൽ ചെയ്യുന്നവരായിരിക്കണമെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറഞ്ഞു. സ്വാതി മലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സംഭവത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കുമെന്നും നീതി നടപ്പാക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. സംഭവത്തിന് രണ്ടു വശങ്ങൾ ഉള്ളതിനാൽ പോലീസ് രണ്ടും വിശദമായി അന്വേഷിച്ച് നീതി നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തനിക്ക് നേരെയുണ്ടായ ആക്രമണം നോക്കി നിൽക്കുകയും പ്രതിക്കൊപ്പം കറങ്ങി നടക്കുകയും ചെയ്തയാൾ നീതി നടപ്പാക്കുമെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് സ്വാതി മലിവാൾ പ്രതികരിച്ചു. പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളായിരുന്ന 8 പേരുടെ ജാമ്യം റദ്ദാക്കി സുപ്രീം കോടതി. 2023 ഒക്ടോബറിൽ മദ്രാസ് ഹൈക്കോടതി അനുവദിച്ച ജാമ്യമാണ് ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, പങ്കജ് മിത്തൻ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. പ്രതികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ട് സ്വരൂപിച്ചെന്ന ആരോപണം പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ വേഗത്തിൽ നടത്താനും പ്രതികളോട് എൻഐഎക്ക് മുമ്പാകെ കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചു. മദ്യലഹരിയിൽ കാർ ഓടിച്ച് 2 പേർ കൊല്ലപ്പെട്ട കേസിൽ 17കാരന്റെ ജാമ്യം റദ്ദാക്കി ഒബ്സർവേഷൻ ഹോമിലേക്ക് അയച്ചു. അപകടത്തെക്കുറിച്ച് ഉപന്യാസം എഴുതാൻ നിർദ്ദേശിച്ച് ജാമ്യം നൽകിയ ജുവനൈൽ കോടതി നടപടി വിവാദമായതിനു പിന്നാലെ പോലീസ് നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് നടപടി. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിലുള്ള വകുപ്പുകളും ചുമത്തി. പ്രതിയെ പ്രായപൂർത്തിയാകാത്ത ആളായി പരിഗണിച്ചു കുറ്റം ചുമത്തണമെന്ന പോലീസിന്റെ ആവശ്യം പിന്നീട് പരിഗണിക്കും. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.